ഇപ്പോൾ നേരത്തെ ഈ സന്തോഷ് കുമാർ ഇപ്പോൾ പങ്കുവയ്ക്കുകയായിരുന്നു റഹീം. അതായത് ഇപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞു, ചെറുകിട സംരംഭങ്ങളുടെ പറഞ്ഞു. ഈ തൊഴിലില്ലായ്മയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കാണുന്നത്. കാര്യം ഈ തരത്തിൽ തൊഴിലില്ലായ്മ ഒരു പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതികളോ അവരുടെ ഒരു എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ളത് കാര്യം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ഈ ബജറ്റിൽ ചെറുപ്പക്കാർക്ക് അങ്ങ് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ് കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ചെറുപ്പക്കാർ എന്താണ് ഈ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്? ഈ ബഡ്ജറ്റിൽ ചെറുപ്പക്കാർ പ്രതീക്ഷിക്കുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. തൊഴിലില്ലായ്മ മാത്രമല്ല, ജോബ് സ്റ്റെബിലിറ്റി ഇല്ല. ഒരു വശത്ത് ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചെടുത്ത് ഞാനും ചേർക്കുകയാണ്, യോജിക്കുകയാണ്. ഏറ്റവും ആത്യന്തികമായി ഇന്ത്യൻ എക്കോണമിയുടെ പ്രശ്നം ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ലിവിങ് എക്സ്പെൻഡിച്ചർ കൂടുന്നു എന്നതാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകർ EMI, സിബിൽ സ്കോർ, ഇതെല്ലാം തന്നെ ഒരു ന്യൂട്രൽ വ്യവഹാരങ്ങളായി മാറിക്കഴിഞ്ഞു. നമ്മൾ EMI ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തിരക്കിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്യന്തികമായ നിങ്ങളുടെ ഉൾവിളി എന്താണ്? എങ്ങനെയാണ് EMI? പലരും ജോലിക്ക് പോകുന്നത് തന്നെ EMI ആണ്. അപ്പോൾ EMI, സിബിൽ സ്കോറൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ, ഒരു ഇന്ത്യൻ ജീവിതത്തിൻ്റെ നിത്യ വ്യവഹാരങ്ങളായി മാറിയെന്നുമല്ലാണ്. അവിടെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഗ്ലോബലൈസ്ഡ് പോളിസിക്ക് ഒരു വലിയ റോളുണ്ട്. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, കോൺഗ്രസിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. അത് 2014 മുതൽ തീവ്രഗതിയിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് വളർച്ചാ നിരക്ക്, ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് ഇടയുന്നു. അങ്ങ് പറഞ്ഞത് ഇവിടെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി, നവോദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി, അത് തീവ്രമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ പൊതുമേഖലയിൽ നിന്നും വിഡ്രോ ചെയ്യണം, എല്ലാം ഡീറെഗുലേറ്റ് ചെയ്യണം, മാർക്കറ്റിന് വിട്ടുകൊടുക്കണം എന്നൊരു പോളിസി, എന്ന പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ റീത്തിങ്കു ചെയ്യാതെ അൺഎംപ്ലോയ്മെൻറ്റിനെ ഫലപ്രദമായി നമുക്ക് പരിഹരിക്കാനാകില്ല. പിന്നെ പോളിസി ആകെ മാറ്റിയിട്ട് മതിയോ? അതിപ്പോൾ സാധ്യവുമല്ലല്ലോ. ഇപ്പോൾ അത് കുറേ പോയി കഴിഞ്ഞു. ഞാൻ പ്രാക്ടിക്കൽ സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മിനിമം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഇന്നലെ 8 തവണയാണ്, ധനസുബോധോട് സൂചിപ്പിച്ചു, 8 തവണയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മിഡിൽ ക്ലാസ് എന്ന് റിപ്പീറ്റ് ചെയ്തത്. എന്നിട്ട് ആ നയപ്രഖ്യാപനത്തിൽ തന്നെ പറയുന്നുണ്ട്, സർക്കാർ ജീവനക്കാരാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ മേഖലയിലും ജോലി ചെയ്യുന്നവരാണ് മിഡിൽ ക്ലാസിൻ്റെ പ്രോമിനൻറ്റ് പാർട്ട് എന്നും ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പറയുന്നു. അതേ ഗവൺമെൻറ് തന്നെ ആ മിഡിൽ ക്ലാസ്സിനെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും ഒടുവിൽ ഇറക്കിയ സർക്കുലർ പ്രകാരം പെൻഷൻ പറ്റിയവരെ റീഎൻഗേജ് ചെയ്യാണ്, പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല. ഇന്ത്യയുടെ ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല, പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ നടക്കുന്നില്ല. ഇന്ത്യയിൽ എത്രയോ തവണയാണ് പാർലമെൻറ്റിൽ ഞങ്ങളെല്ലാം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്? ഇന്ത്യയിൽ ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻസികളെ കുറിച്ചുള്ള എണ്ണം, ലക്ഷക്കണക്കിന് ഒഴിവുകൾ, വിവിധ തസ്തികൾ ഒഴിഞ്ഞെടുക്കുകയാണ്. എന്തിനേറെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഈ എക്കണോമിക് സർവേയിൽ ഒരു ശുഭസൂചകമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ജോലി ചെയ്യുന്ന അവറുകളെ കുറിച്ച് പറയുന്നുണ്ട്, തൊഴിൽ മണിക്കൂറുകൾ. അപ്പോൾ ഇൻഫോസിസിലെ നാരായണമൂർത്തി അടക്കമുള്ളവർ പറയുന്നത് വളരെയധികം ഇത് ഇരട്ടി പണിയെടുക്കണമെന്നാണ്. പക്ഷേ ഈ 12 മണിക്കൂറിലധികം ജോലി ചെയ്താൽ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ വരെ ബാധിക്കും എന്നുള്ളൊരു പഠനത്തെ റിപ്പോർട്ട് ആധാരമാക്കി അതിലേക്ക് വരികയാണ്. ഇപ്പോൾ യൂത്ത് എന്താ എക്സ്പെക്ട് ചെയ്തെന്ന് ചോദിച്ചല്ലോ, വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന സെബാസ്റ്റ്യൻ എന്ന രക്തസാക്ഷി നമ്മുടെ മുമ്പിലുണ്ട്. കൊച്ചിക്കാരിയായിരുന്നു, മിടുകയായിരുന്നു. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു വലിയ കൺസൾട്ടൻസി കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു അവർ. വർക്ക് പ്രഷർ കാരണം മരിച്ചുപോയി. അവരുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിന് എഴുതിയ കുറിപ്പ് വൈറലായി. ഇപ്പോൾ ബാംഗ്ലൂരിൽ 14 മണിക്കൂറാക്കാൻ വേണ്ടി കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിനെതിരെ ബാംഗ്ലൂരിലെ IT ഇൻഡസ്ട്രിയിലെ സംഘടനകൾ നടത്തിയ, ജീവനക്കാർ നടത്തിയ സമരം ചരിത്രത്തിന്റെ ഭാഗമാണ്. അവർ ക്യാപ്റ്റൻ അബയൻസിലേക്ക് മാറ്റേണ്ടി. ഇതിനെ നമുക്ക് ബഡ്ജറ്റിൽ ഇപ്പോൾ നേരത്തെ സന്തോഷം പറഞ്ഞതുപോലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു അപകടകരമായൊരു കാര്യം, ഇപ്പോൾ പുതിയ ലേബർ കോഡുകളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞ കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം. അതായത് ഓവർ ടൈം പണി എടുപ്പിക്കാനുള്ള സമയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ആപൽക്കരമായ കാര്യമാണ്. ഈ ഓവർ ടൈം പണിയിൽ അതിനകത്ത് വളരെ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം, ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഏണിംഗ് കപ്പാസിറ്റി, അതായത് എംപ്ലോയീസിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂടുമെന്നാണ്. അല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ചൈന, അമേരിക്ക, കോവിഡിനന്തര ശേഷം എല്ലാ രാജ്യത്തിൻ്റെയും വളർച്ച വലിയ തരത്തിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാര്യം. അല്ല, അത് വളരെ സ്ഥിരമായൊരു കാര്യം. അതവരിപ്പോഴും പറയുന്നതാണ്. അമേരിക്കയുടെ വളർച്ച 3% ഉള്ളൂ, ചൈന ഇത്രയേ ഉള്ളൂ.
നമ്മുടെ യഥാർത്ഥത്തിൽ 8.5 നിന്നാണ് 6.5 ഓഹരി വരുമാനത്തിലാണെങ്കിൽ ഇന്ത്യയുടെ 3 ചൈന. അത് ഒരിക്കലും കമ്പയറബിൾ അല്ലാത്ത കാര്യമാണ്. ചൈന ഇവിടെ തമ്മിൽ എങ്ങനെയാണ്? അത് വേറൊരു എക്കോണമി അല്ലേ? എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. ഇന്ത്യയെ പോലെ വളരെ വിപുലമായൊരു രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും അവരുടെ കയ്യിൽ പണം വരികയും അവർ സഫീഷ്യൻ്റായി ഹാപ്പിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരണമെങ്കിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 2 ഡിജിറ്റിന് മുകളിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. രണ്ടാമത്തെ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് MSME സെക്ടറാണ്, വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖലയിലെ വളർച്ച കുറയുകയാണ്. ഇവരിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വ്യവസായ മേഖലയിൽ വളരെ കുറവാണ്. എനിക്കൊന്നു 6.2 ആണ്. ഞാനതിൻ്റെ സേവന മേഖലയിൽ 11%, വ്യവസായ മേഖലയിൽ 6.1% പ്രതീക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വ്യവസായ മേഖലയിൽ 12% നേരത്തെ എത്തിയിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിക്കണം. അപ്പോൾ ഏറ്റവും വലിയ തൊഴിൽദാതാവായ സർക്കാർ മേഖല ഞാൻ പറഞ്ഞു, വേക്കൻസികൾ എവിടെയും ഫില്ല് ചെയ്യുന്നില്ല. ദെൻ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ തൊഴിൽദാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന MSME സെക്ടർ, വ്യവസായ മേഖല, അതിലും വേണ്ടത്ര വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നില്ല എന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നതിൻ്റെ അർത്ഥം ഇന്നത്തെ തൊഴിലില്ലായ്മ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ ഇതിനേക്കാൾ കൂടും. തൊഴിലില്ലായ്മ കൂടുന്നു, വരുമാനം കുറയുന്നു, അതേസമയം തന്നെ ലിവിങ് എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്യുന്നു.